ഹരി ഓം സർവം കൃഷ്ണാർപ്പണമസ്തു. ഇന്ന് നമുക്ക് ശുക്രനെ കുറിച്ച് പഠിക്കാം. വീനസ്, കളത്രകാരകനായിട്ടുള്ള ശുക്രൻ, റൊമാൻസിൻ്റെ, പ്രണയത്തിൻ്റെ, കലാവാസനയെ, കലാകാരനെ, പ്രണയം, ഇതെല്ലാം ഭൗതിക സുഖങ്ങൾ ഇതെല്ലാം തരുന്ന വീനസ് അഥവാ ശുക്രൻ. അതീവ സുന്ദരനും തേജസ്വിയും ആകർഷിക്കുന്ന വ്യക്തിത്വത്തിനുടമയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പേഴ്സണാലിറ്റിയും ആർട്ടിഫിഷ്യാലിറ്റി, മേക്കപ്പ്, ഇതെല്ലാം ശുക്രനാണ്. നമ്മുടെ ഓരോരുത്തരുടെയും മേക്ക് ഓവർ, നാച്ചുറൽ ബ്യൂട്ടി അല്ല, മേക്ക് ഓവറായിട്ടുള്ള ബ്യൂട്ടീഷ്യൻ ശുക്രൻ. ആചാര്യ പദവി ലഭിച്ച ആളാണ് ശുക്രൻ, ശുക്രാചാര്യർ. ശുക്രൻ എണ്ണക്കറുപ്പ് ആണ്. ശുക്രൻ വെളുപ്പ് നിറമല്ല, എണ്ണക്കറുപ്പ്. സൗന്ദര്യം, ആകർഷണമായ കണ്ണോടുകൂടിയവൻ, സുഗന്ധ വസ്തുക്കളിൽ താല്പര്യമുള്ളവർ, പെർഫ്യൂം ഉപയോഗിക്കുന്നവർ, നടന്മാർ, നടിമാർ, നാടകശാലകൾ, അതുപോലെ ഓരോ കാമിനിമാർ, ചിത്രങ്ങൾ, രത്നങ്ങൾ, ശൃംഗാര രസ കലർന്ന നല്ല കലാവാസനകൾ, ശൃംഗാരത്തിൽ ഊന്നിയ വശ്യതകൾ, നല്ല ചാമരം, യശസ്, സൗന്ദര്യ സങ്കല്പം, അതിന് അനുയോജ്യമായ കോസ്മെറ്റിക്സ്, ഗോൾഡ്, ക്വാളിറ്റി നാച്ചുറൽ ഐറ്റംസ്, റൊമാൻറ്റിക് നേച്ചർ, പ്രണയ പാരവശ്യം, ഭൗതിക സുഖത്തോടുള്ള താല്പര്യം, സൈലന്റ് നേച്ചർ. വ്യാഴവും ശുക്രനും കൂടി ചേർന്നാൽ അതൊരു ബന്ധമാണ്. ഫീമെയിൽ നേച്ചറുള്ള നല്ല മഹാലക്ഷ്മിയെ പോലെയുള്ള സ്ത്രീകൾ ആണ്. ബലം, ശുക്രന് ബലക്കുറവ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് യക്ഷിയമ്മയാണ്. ശുക്ര ബലം ഇല്ലാത്തവരാണ് യക്ഷി സംബന്ധമായിട്ടുള്ള പ്രാർത്ഥനകൾക്ക് വിധേയരാകുന്നത്. നല്ല ശുക്രബലമുള്ളവർ മഹാലക്ഷ്മിയാണ്, അഷ്ടലക്ഷ്മിയാണ്, അന്നപൂർണേശ്വരിയാണ്, സൗന്ദര്യ ദേവതയാണ്, ഐശ്വര്യ യക്ഷിയാണ്. എഴുത്ത്, വായന, പോയട്രി, ഇമോഷണൽ റിലേഷൻഷിപ്പ്, സെക്സിലേക്ക് ആകർഷണത്വം, സെക്സ് റിലേഷൻ, ലക്ഷറി ഹോംസ്, മാൾസ്, സെലിബ്രിറ്റീസ്, ഡിസൈൻ സ്റ്റൈലുകൾ, സിൽവർ ഡിസൈനുകൾ, ആഭരണങ്ങൾ, ഗോൾഡ് ഡിസൈൻ ഐറ്റംസ്, ഡിസൈൻ കലർന്ന ഐറ്റംസ്, ആകർഷണത്വം തോന്നിപ്പിക്കുന്ന കോസ്മെറ്റിക്, കോസ്മിക് ലവുകൾ. ശുക്രൻ കുജൻ ബന്ധം ഒരു പേരുദോഷം ഉണ്ടാക്കുന്നതാണ്. ശുക്രൻ കുജൻ ബന്ധമുണ്ടെങ്കിൽ അത് പേരുദോഷത്തിന് കാരണമാകുന്ന അവസ്ഥ ഉണ്ടാക്കുന്നതാണ്. ഹൈപ്പർ സെക്ഷുവാലിറ്റി, ശുക്രൻ കുജൻ ബന്ധത്തിലൂടെ ഹൈപ്പർ സെക്ഷുവാലിറ്റിയാണ് അതിനകത്ത് ഉണ്ടാകുന്നത്. കിഡ്നി, പാൻക്രിയാസ്, ഡയബറ്റീസ്, ഇതെല്ലാത്തിനും കാരണം ശുക്രനാണ്. പഞ്ചാരേടിയുടെ ആളാണ്. അതുപോണക്ക് ഓർണമെൻറ്റ്സ്, ഡ്രസ്സിങ്, ഗ്രൂമിങ്, പെർഫ്യൂംസിൻ്റെ ഉപയോഗമെല്ലാം, ലക്ഷറി വണ്ടികൾ, ഇതെല്ലാം ശുക്രനാണ്. അതുപോണക്ക് ബലക്കുറവ് ഉണ്ടായാൽ പ്രണയപരമായിട്ടുള്ള നൈരാശ്യം, വിരക്തിയാൽ ഉണ്ടാകുന്ന പ്രണയം, പ്രണയത്തോട് വിരക്തി തോന്നുക, ആദ്യം ഒരു
ആവേശം കാണിച്ചിട്ട് പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആവുക, ഇടയ്ക്കിടയ്ക്ക് ബ്രേക്കപ്പ് ഉണ്ടായി ഓരോന്നോരോന്നിലോട്ട് മാറി മാറി പോകുക, ആർട്ടിസ്റ്റ്, ഫോട്ടോഗ്രാഫി, വീഡിയോസ്, ഇതെല്ലാം ശുക്രനാണ്. അതുകൊണ്ടൊക്കെ ശുക്രന് ബലക്കുറവുള്ളപ്പോഴോ ഉണ്ടാവുന്നതാണ് അനീമിയ, അവിഹിതം, സൗന്ദര്യപരമായിട്ടുള്ള സൗന്ദര്യ ഇല്ലായ്മ ഉണ്ടാകുന്ന അവസ്ഥ, സൗന്ദര്യത്തോട് താല്പര്യം ഇല്ലാത്ത അവസ്ഥ, ഡിപ്രഷൻ, ആത്മഹത്യാപരമായിട്ടുള്ള പ്രവണത, ശുക്രബലക്കുറവ് വിളിച്ച് ഓതുന്നതാണ്. വിളർച്ചയുള്ള മുഖം, ഒരു താല്പര്യമില്ലാത്ത മുഖ ചേഷ്ടകൾ, കാമസൂത്രപരമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ, അശ്വഗന്ധ മരുന്നുകൾ, ഇതെല്ലാം ശുക്രനാണ്. യൂത്താണ്, സംഗീതം ആസ്വദിക്കുന്നവരാണ്, കലാവാസന, പ്രണയം ആസ്വദിക്കുന്നവർ, ഇതെല്ലാം ഗൃഹോപകരണങ്ങൾ, ഭൗതിക വാസനയ്ക്കാവശ്യമായ മോടി പിടിപ്പിക്കുന്നതിനാവശ്യമായ സാധനങ്ങളെല്ലാം ശുക്രനാണ്. റൊമാൻറ്റിക്, സെക്ഷുവാലിറ്റി, ഇതെല്ലാം ശുക്രനാണ്. പ്രണയ പാരവശ്യം, ഭൗതിക വസ്തുക്കളോടുള്ള താല്പര്യം, ഭൗതികമായിട്ടുള്ള ലീലകൾ, ബാഹ്യരതി ലീലകളാണ് ശുക്രൻ. ഉള്ളുകൊണ്ടുള്ള ആത്മാർത്ഥമായ ആത്മരതിയാണ് വ്യാഴം. ശുക്രൻ ബാഹ്യരതി, അതാണ് വ്യത്യാസം. അതുപോലെ സ്ത്രീപരമായിട്ടുള്ള സുഖങ്ങൾ, വൈവാഹിക ബന്ധങ്ങൾ, 7 കളത്ര സ്ഥാനത്ത് ശുക്രൻ നിൽക്കുന്നത്, ഇതെല്ലാം പഴയ രീതിയിലുള്ള ശാപത്തിന് കാരണമായ ബന്ധങ്ങൾക്ക് കാരണമായിട്ടുള്ളവരാണ് 7 ശുക്രൻ നീചത്തിൽ നിൽക്കുന്നത് ഒക്കെ. ഉച്ചത്തിൽ നിൽക്കുന്നത് മെച്ചമാണ്, നീചത്തിൽ നിൽക്കുന്നത് ശാപ ദുരിതമാണ്. മുജ്ജന്മ ശാപ ദുരിതം, ബന്ധങ്ങളിൽ വിള്ളൽ വീണ ശാപം കിട്ടിയ ജന്മങ്ങളാണ്. സ്ത്രീ സുഖം, ഭൗതിക സുഖഭോഗങ്ങൾ, ഭൗതികതയ്ക്ക് ശാരീരികമായിട്ടുള്ള ബന്ധങ്ങൾ, കവിത്വം, സംഗീതം, വാദ്യകല, നൃത്യം, സൗന്ദര്യം, പ്രേമം, വിഷയസുഖം, ഇന്ദ്രിയസുഖം, സുഗന്ധത്തിൽ ആഗ്രഹം, കലാ താല്പര്യം, ആഭരണത്തിൽ താല്പര്യം, ഗ്രഹോപകരണ താല്പര്യം, സ്വയം തൊഴിൽ, വാഹനങ്ങളോട് പ്രിയം, ലക്ഷറി വാഹനങ്ങൾ, അലങ്കരണപ്രിയം, അലങ്കാരം, വജ്രം, മുത്ത്, പരുത്തി ആഭരണങ്ങൾ, അലങ്കാര വസ്തുക്കൾ, ഷെയർ ഇവയുടെ വ്യാപാരം, സുഖഭോഗം, വിവാഹം, സൗന്ദര്യ ആസ്വാദനം, ലളിതമായിട്ടുള്ള കലകൾ, നൃത്യഗീതാദികൾ, നേരമ്പോക്കുകൾ, ശയനസുഖം, വ്യഭിചാരം, നേത്രം, ശയനഗൃഹം, ശയനോപകരണങ്ങൾ, ശയനസുഖം, ദേവീഭക്തി, വാഹനസുഖം, കാമകേളികൾ, ശൃംഗാര ഭാഷണങ്ങൾ, ഉത്സവങ്ങൾ, വശീകരണം, ഇന്ദ്രജാലം, വിചിത്രമായിട്ടുള്ള ലക്ഷറി വസ്ത്രങ്ങൾ, സുഗന്ധ വസ്തുക്കൾ, വജ്രം, പശു, യുവത്വം, നല്ല ആഹാരം, നല്ല വസ്ത്രങ്ങൾ, നല്ല രീതിയിൽ ചമഞ്ഞൊരുങ്ങി നടക്കുന്നത്, വിനോദം, സംഭോഗ സ്ഥലങ്ങൾ, വേശ്യാ താല്പര്യം, ലഹരിപ്രിയം, ഗുഹ്യഭാഗം, ആടയാഭരണങ്ങൾ, സംഗീത ഉപകരണങ്ങൾ, ബഹുനില കെട്ടിടങ്ങൾ, കൊട്ടാരങ്ങൾ, വിധാനങ്ങൾ, കാമിനി കാമുക ബന്ധങ്ങൾ, പ്രേമ വ്യാപാരങ്ങൾ, പൂങ്കാവ്, ഉദ്യാനം, ലതാഗൃഹങ്ങൾ, ശ്രീവിദ്യ, പരദേവത, അന്നപൂർണേശ്വരി, ലക്ഷ്മി, ഇതെല്ലാം ശുക്രനാണ്. യക്ഷി ബലക്കുറവുള്ള ശുക്രനാണ്. മംഗല്യം, മദ്യം ബലക്കുറവുള്ള ശുക്രനാണ്. ജൗളി വ്യാപാരം,
താമ്പൂലം, പടിഞ്ഞാറേ ദിക്ക്, വെള്ളി ആഭരണങ്ങൾ, ഓട്, സംഗീത തൊഴിൽ, മണിമാളിക, വെള്ളിപ്പാത്രങ്ങൾ, ഐശ്വര്യ സമ്പത്ത്, അഭിനയം, സിനിമ, നാടകം തുടങ്ങിയവയുമായുള്ള ബന്ധം, ഭാര്യ സ്ത്രീബന്ധം, ഇതെല്ലാം ശുക്രനാണ്. ഭൗതിക ആഗ്രഹങ്ങൾ, ബാഹ്യരതി ലീലകൾ, സുഖഭോഗങ്ങൾ, ഇതെല്ലാം ശുക്രനാണ്. അതുപോലെ ശുക്രൻ ബലക്കുറവായാൽ ഉണ്ടാകുന്ന രോഗാവസ്ഥകളാണ് ലൈംഗികപരമായിട്ടുള്ള രോഗങ്ങൾ, മൂത്രാശയ രോഗങ്ങൾ, ഗർഭാശയ രോഗം, പ്രമേഹം, ശരീരശോഭ കുറഞ്ഞു വരുന്നത്, സ്ത്രീകളെ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ, സന്താന ഉൽപാദനശേഷി കുറയൽ, ഗർഭസ്രാവം, മഹോദരം, ഗ്രന്ഥിപരമായിട്ടുള്ള രോഗം, വാതകഫ രോഗങ്ങൾ, മൂത്രതടസ്സം, ശീഘ്രസ്ഖലനം, വേശ്യാജന്യ രോഗങ്ങൾ, ശരീരഭോഗങ്ങളിൽ കുറവ് വരുന്നത്, യക്ഷി പ്രേതം തുടങ്ങിയവയെ ഭയക്കുന്നത്, ഇതെല്ലാം ശുക്രൻ്റെ ബലക്കുറവ് മൂലമുണ്ടാകുന്നതാണ്. ഇതാണ് ശുക്രപരമായിട്ടുള്ള കാര്യങ്ങൾ. ഹരി ഓം. സർവം കൃഷ്ണാർപ്പണമസ്തു.